ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ, ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് ഒരു ബിസിനസ് നടത്തുന്നവർക്ക് എപ്പോഴും സാമ്പത്തികമായിട്ട് ഇങ്ങനെ എപ്പോഴും ഓർക്കില്ല, പൈസ അങ്ങോട്ടും ഇങ്ങോട്ട്. ഇപ്പോൾ എല്ലാവരും ഓർക്കും ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ ദൂരം കാശ്, അങ്ങനെയൊന്നുമില്ല, എപ്പോഴും റോളിംഗ് അല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും എൻ്റെ ദൈവമോ, ഫിലിപ്പിയർ 4 കേട്ടോ, 4 അധ്യായത്തിൽ അതിൽ അപ്പടിയുണ്ട് കേട്ടോ. ഫിലിപ്പിയർ 4, എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ആമേൻ ആമേൻ. അപ്പോൾ പൈസയ്ക്ക് ഇച്ചിരി വിഷമം ഉണ്ടെങ്കിൽ അപ്പോൾ വചനം കൊണ്ട് ഫിലിപ്പിയർ 4 പറയുക, നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, എല്ലാം പ്രാർത്ഥനയാലും സ്തോത്രത്താലും എന്നെ അറിയിക്കുക എത്ര വേണ്ട. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിന്റെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവെ കാത്തുകൊള്ളും. ആമേൻ ആമേൻ. ഇപ്പോൾ ഹൃദയത്തിൽ എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മൾ യേശുവിലേക്ക് പകരുക. ആ വിഷമത്തിൽ ഇരുന്ന് വിഷമിച്ച് നമ്മൾ പെട്ടെന്ന് പാസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൾ. ഫിലിപ്പിയർ 4 തന്നെയുള്ള സന്തോഷിപ്പിൻ, എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ. യേശുപ്പൻ എൻ്റെ കർത്താവായത് കാരണം, എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തും. നമ്മൾ കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം. കർത്താവായിട്ട് യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന നാവുകൊണ്ട് യേശു എൻ്റെ കർത്താവ് ഏറ്റു പറയുന്നത് ഏവനും രക്ഷിക്കപ്പെടും. അപ്പോൾ ആ വചനം ഓർത്തോളണേ. അപ്പോൾ ഇന്ന് വായിക്കണ വചനം ദൈവത്തിൻ്റെ സ്നേഹത്തിനെ പറ്റിയാണ്. 1 യോഹന്നാൻ 4:16 പറയുക, ദൈവം സ്നേഹം തന്നെ, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ഈ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളോടുള്ള, ഞാൻ എപ്പോഴും ഓർക്കും, സുരേഷ് ബാബു ബ്രദർ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ പോലെ, ആദാമീന്ന് വിളിച്ച് ദൈവം കരയുമായിരുന്നു. ഏതൻ തോട്ടത്തിൽ നിന്ന് ആദാം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പേ. അപ്പോൾ ദൈവത്തിന് നമ്മൾ ആ സൃഷ്ടിപ്പുകൾ നമ്മൾ അകന്നു പോയപ്പോൾ ദൈവത്തിന് നമ്മളെ കാണാനുള്ള കൊതി, നമ്മളോട് അടുക്കാനുള്ള ഈ സ്നേഹത്തിൽ ഇങ്ങനെ ദോഷികളായി നമ്മളെ ഇങ്ങനെ ദൈവം നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ യേശുബ്രാൻ മുഖാന്തരം ഒന്ന് ഓർത്തു വെക്കുക. സ്വന്തം മകനെ വിട്ട് ആ സ്വന്തം മകൻ തൻ്റെ സൃഷ്ടികളുടെ ആട്ടും തുപ്പും കണ്ടിട്ട് മുഖം മറച്ച് ആ യേശുബ്രാനിൽ കൂടി നമ്മളെ വീണ്ടെടുത്ത് ആ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാൻ എന്ത് യോഗ്യത നമുക്കുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നമ്മളെ യേശുവിനെ പോലെ സ്വഭാവമുള്ളവരാക്കി ആ പിതാവായ ദൈവത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് നിൽക്കണേ. അപ്പോൾ ആ പിതാവിൻ്റെ സ്നേഹം എൻ്റെ അപ്പോൾ അതാണ് ആ ഇരമ്യ 32 കേട്ടോ. ആ ദൈവത്തിൻ്റെ സ്നേഹം, എൻ്റെ ഭക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരേ ആത്മാവിനെ തിരങ്ങനെ പരിശുദ്ധാത്മാവിനെ തന്നത് അതിനു വേണ്ടിയാണ്. ദൈവത്തിനോടുള്ള സ്നേഹം മാറിപ്പോകാതിരിക്കാൻ. അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ യേശുവിൻ്റെ സ്നേഹം ഇങ്ങനെ, അല്ല പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും പുത്രനായ യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടതും വിളിക്കപ്പെട്ടവരും ആയുള്ളവരെ, അത് നിങ്ങളും ഞാനും അല്ലേ. അപ്പോൾ ആ വിളി തിരഞ്ഞെടുപ്പും മറക്കാതിരിക്കുക. ദൈവത്തിൻ്റെ സ്നേഹത്തെ കുറച്ച് കാണിക്കാണ്ടിരിക്കുക, സമയം തക്കത്തിൽ വിനിയോഗിക്കുക. അപ്പോൾ ഇന്ന് ഇത് ഇന്ന് നിങ്ങളെല്ലാവരും തുണിയുടെ വീഡിയോ നോർത്തോണ്ടല്ലേ ഇരിക്കണേ. ഇന്ന് തുണിയുടെ അല്ല കേട്ടോ, നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ആനിവേഴ്സറി ആണ് നാളെ. അപ്പോൾ നമ്മൾ റബേക്ക സന്തോഷ് സീരിയൽ ഇതിലും ഇൻസ്റ്റാ ഇൻഫ്ലുവൻസറും ഒക്കെ അല്ലേ. ആ കൊച്ചു വന്നുണ്ട്, ആ മോള് നല്ല സുന്ദരിയാണ് അല്ലേ, സുന്ദരിയായിട്ടല്ല നല്ല സ്മാർട്ടായിട്ട് തോന്നി. അപ്പോൾ അത് വന്നിട്ടുണ്ട് രാവിലെ 10:00. അപ്പോൾ ഇത് കാണുന്നവരെല്ലാം നിങ്ങൾ ഓരോരുത്തരെ പേഴ്സണലായിട്ട് വിളിച്ച പോലെ നമുക്ക് ഞാൻ ശരിക്കും ഇതൊരു സാക്ഷിയാട്ടോ. ഈ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ അതൊക്കെ തുടങ്ങാനൊക്കെ ഒരു സ്ത്രീ, എനിക്ക് അതിനൊന്നും ഉള്ള കഴിവൊന്നുമില്ല കേട്ടോ. ഞാൻ പണ്ടവർക്ക് കോളേജിൽ പഠിച്ചപ്പോൾ കഥയില്ല പെൺകുട്ടി എന്നൊക്കെ എല്ലാവരും എഴുതുന്നത്. പോത്ത, എൻ്റെ അപ്പൻ എപ്പോഴും എന്നെ കഴുതേ പോത്തേ എന്നൊക്കെയായിരുന്നു വിളിക്കുന്നത്. ഞാൻ ശരിക്കും അതായിരുന്നു. പക്ഷേ കെട്ടിയിട്ട കഴുതേനെ യേശുമ്പരാൻ പറഞ്ഞില്ലേ, ആ കഴുതേനെ ഇങ്ങനെ അഴിച്ചുകൊണ്ടു അതിൻ്റെ പുറത്ത് എനിക്ക് കയറിയാൽ മതി എന്ന് ആ യേശുപ്പൻ കഴുത കെട്ടിയിട്ടപ്പോൾ ആ അഴുക്ക് ചാലിൽ അവിടെ അതിനതാ പറ്റുള്ളൂ എന്നോർത്ത് അതവിടെ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് പോയിക്കൊണ്ടിരുന്ന. പക്ഷേ യേശുവിന് അത് കണ്ട് സങ്കടമായി. എന്നെ കഴുതിയാവുന്ന എന്നെ അഴിച്ചുകൊണ്ട് വന്ന് എൻ്റെ യേശുപ്പൻ എൻ്റെ ഉള്ളിലേക്ക് വന്നേ. പിന്നെ യേശുപ്പന് കിട്ടണം മഹത്വം, എൻ്റെ പിതാവേ, അതൊക്കെയാണ്. അതുകൊണ്ടാട്ടോ ഞാൻ ജീവിക്കണേ. സ്വർണ്ണക്കടയൊക്കെ എല്ലാവർക്കും ആഗ്രഹമില്ലേ, പക്ഷെ അത് തുടങ്ങാൻ പറ്റണ്ടേ. അത് കൃപയാൽ ദൈവത്തിൻ്റെ ഗിഫ്റ്റാട്ടോ. അല്ലാതെ എൻ്റെ ജീവിതം മുഴുക്കനും യേശുപ്പനിലേക്ക് തിരിഞ്ഞേ. പിന്നെ അതാ നിങ്ങൾ എത്രയും പെട്ടെന്ന് യേശു ക്രിസ്തുവിലേക്ക് തിരിയാൻ പറയണേ. എന്തിനാ ഈ കഷ്ടപ്പാടും സങ്കടമൊക്കെ ഇരിക്കണേ.
നമ്മളെ ശക്തനാക്കുന്ന യേശുവിലേക്ക് നമ്മൾ തിരിയുക. ആ മുഖത്തേട്ട് നോക്കിയവർ ലജ്ജിക്കാൻ ഇടവരില്ല. അപ്പോൾ യേശുമ്പുരാൻ്റെ ഗിഫ്റ്റോടുകൂടി ഞാൻ പറയത് അത് എൻ്റെ സ്വപ്നം യേശുമ്പുരാൻ സാധിച്ചു തന്നതാണ്. സ്വർണ്ണക്കട എന്നൊക്കെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കതൊന്നും സാധിക്കില്ലെന്ന് ഓർത്ത് വിട്ട് കളഞ്ഞു. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ പണ്ടുണ്ടായിരുന്ന സ്വപ്നം യേശുമ്പുരാൻ ഹൃദയത്തിൽ വന്നപ്പോൾ അതൊക്കെ സാധിച്ചു വന്നു. അപ്പോൾ ഈ യേശുവിനെ ഞാൻ നിങ്ങൾക്ക് തരുക. നിങ്ങൾ ആ യേശുവിനെ സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ എല്ലാ സ്വപ്നങ്ങളും സാധിച്ചു തരാൻ യേശുമ്പുരാന് പറ്റും. എനിക്ക് അസാധ്യമായതൊന്നുമില്ല, സകലവും എനിക്ക് സാധ്യമല്ലോ എന്നും പറഞ്ഞ് യേശുമ്പുരാനെ സ്വീകരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ഒരു വർഷം എല്ലാവരും ചോദിക്കുമോ ഒരു വർഷമായോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഉദ്ഘാടനത്തിൻ്റെ ഓർമ്മകളിലേക്കൊന്ന് പോയാലോ. അപ്പോൾ മറക്കരുത്, ഇതിലേക്ക് വന്നം നാളെ കാണാം. അപ്പോൾ ശരി എന്നാൽ.